ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. പ്രിൻറ്റഡ് വുമൺ മൾട്ടി കളർ ടീഷർട്ട് എന്ന് പറയുന്ന ഒരു ടീഷർട്ട്സിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഇത് മിനിമം ക്വാണ്ടിറ്റി 2 എന്ന ഒരു ടൈറ്റിലോടെ കിടന്ന ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഒരു സമയത്ത് ഈ ഷോപ്സിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. ഷോപ്സിയിൽ നിന്നാണ്. അപ്പോൾ ഷോപ്സിയുടെ സെയിൽ നടക്കുന്ന സമയത്താണ് ഞാനിത് വാങ്ങിയത്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി 2 എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ 2 ടീഷർട്ടായിരിക്കും എന്നാണ്. ഈ 2 ടീഷർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് പിങ്ക് കളറും ഒന്ന് ലൈറ്റ് വയലറ്റും ലൈറ്റ് പിങ്ക് കളറുമാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ മിനിമം ക്വാണ്ടിറ്റി 2 എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ 2 ടീഷർട്ട് മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ എമൗണ്ട് ഞാൻ വാങ്ങിയ സമയത്ത് ഒരെണ്ണത്തിന് 88 രൂപ വെച്ച് 2 എണ്ണത്തിന് 176 രൂപയാണ് ഞാനിത് പേ ചെയ്തത്. ഒരെണ്ണം 88 രൂപ വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ടാണെന്ന് എനിക്ക് തോന്നി. റിവ്യൂ കണ്ടപ്പോൾ അങ്ങനെ തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. വാങ്ങി ഇവിടെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സൈസ് ചെറുതായിട്ടൊന്ന് വേരിയേഷൻ വന്നു. അതായത് എനിക്ക് XL അധികം സൈസ് ആയിട്ടില്ല, എനിക്ക് XXL ആയിരുന്നു കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീഷർട്ട് മാത്രം പുറത്തിറക്കി കാണിക്കുന്നത്. ലൈറ്റ് വയലറ്റ് ടീഷർട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ അളവ് എനിക്ക് സൈസ് അല്ല. സോ മറ്റതും കൂടെ എടുത്ത് പുറത്തിടണ്ടല്ലോ എന്ന് പറഞ്ഞാണ് മറ്റേ ടീഷർട്ട് ഞാൻ പുറത്തിറക്കാത്തത്. അപ്പോൾ ഈ ടീഷർട്ടിൻ്റെ സൈസ് എനിക്ക് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ XXL വേണ്ടി തിരിച്ചു കൊടുക്കാൻ എടുത്തപ്പോഴാണ് എനിക്ക് പണി കിട്ടിയ കാര്യം എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ അവർ ഈ മിനിമം ക്വാണ്ടിറ്റി 2 എന്ന് ഉദ്ദേശിക്കുന്ന ഇതുപോലെ വേറൊരു പാക്കേജിങ്ങിൽ 2 ടീഷർട്ട് വരുന്നുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മൊത്തം 4 ടീഷർട്ടാണ് ഇതിൻ്റെ കൂടെ വരാണ്ടിരുന്നത്. ക്യാൻസലേഷൻ കൊടുത്തപ്പോൾ ഒന്ന് ക്യാൻസലായെന്ന് കാണിച്ചിരുന്നു, എന്നാൽ അടുത്തത് ക്യാൻസൽ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് കരുതുന്നു വെച്ചാൽ എൻ്റെ പിങ്ക് ടീഷർട്ട് ക്യാൻസലായി, എൻ്റെ ലൈറ്റ് വയലറ്റ് ക്യാൻസൽ ആയില്ല. അങ്ങനെ 88 രൂപ വെച്ച് 2 എണ്ണത്തിന് 176 ആയതുകൊണ്ട് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിരിക്കും ഇത് ക്യാൻസൽ ചെയ്യുന്നത്. ക്യാൻസൽ കൊടുത്ത് പിറ്റേ ദിവസം ഡെലിവറി ബോയ് വന്നതിന് ശേഷം അവർ എന്നോട് സാധനം ചോദിച്ചു. ഞാൻ ഈ ടീഷർട്ട് എൻ്റെ ഈ 2 ടീഷർട്ട് വന്നുകൊണ്ട് ഞാൻ തിരികെ കൊടുത്ത് അവരത് കൊണ്ടുപോയി പിറ്റേന്ന് വീണ്ടും വന്നു. ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, 2 ടീഷർട്ട് വേറൊരു പാക്കേജിങ്ങിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇത് അങ്ങനെ ഒരു പാക്കേജിങ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഈ ഒരു പാക്കേജിങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു, ഡെലിവറി ബോയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷോപ്സിയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചപ്പോഴാണ് അവരാണ് പറയുന്നത് ഈ ഒരു ടീഷർട്ട് മിനിമം ക്വാണ്ടിറ്റി 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 4 ടീഷർട്ട്, അതായത് ഇതൊരു ജോഡി ഇനി വേറൊരു ജോഡി, അങ്ങനെ മൊത്തം 4 ടീഷർട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ 2 ടീഷർട്ടേ കിട്ടുകയുള്ളൂ, നിങ്ങൾ ആ ഷിപ്പിംഗ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി ടീഷർട്ട് ചേഞ്ച് ചെയ്യേണ്ട, ഇനി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പകരം ഞാൻ റിട്ടേൺ ചെയ്യുന്നതേ ഉള്ളൂ, എനിക്ക് എൻ്റെ കാശ് തിരിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ ഈ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവരെല്ലാം സെർച്ച് ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാശ് എനിക്ക് തിരിച്ച് കിട്ടിയത്. അപ്പോൾ എനിക്കിതിന് പറയാനുള്ളത്, ഈ ടീഷർട്ട് വൈസ് പറയുകയാണെങ്കിൽ ഈ ടീഷർട്ട് നമ്മൾ പിക്ചറിൽ കാണും പോലെ തന്നെയാണ്, സെയിം നല്ല ക്വാളിറ്റിയാണ്, അധികം നമുക്ക് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന നല്ലൊരു ടീഷർട്ട് തന്നെയാണ്. ക്വാളിറ്റി വേസ്റ്റും പിന്നെ പ്രിൻ്റഡ് ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് പോകുന്ന പ്രിൻ്റൊന്നും അല്ല അതിലുള്ളത്. എനിക്ക് ടീഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, എന്നാൽ എനിക്ക് സൈസ് മാറ്റിയെടുക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇത്രയും കോൺട്രവേഴ്സിനിടയിൽ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ചേഞ്ച് ചെയ്യാതെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഓൺലൈൻ സൈറ്റിൽ നിന്ന് എന്ത് സാധനം വാങ്ങിയാലും നമ്മളത് വീഡിയോ എടുത്ത് വയ്ക്കാൻ മാക്സിമം ശ്രമിക്കണം. കാരണം എന്തെങ്കിലും പറ്റിപ്പോയതിനു ശേഷം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവമാണെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ആ കവർ പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ പറ്റുമെങ്കിൽ വീഡിയോ എടുത്ത് വയ്ക്കാൻ തന്നെ ശ്രമിക്കണം. പിന്നെ ഇതുപോലുള്ളത് നോക്കി ഡെലിവറി ബോയ് കൊണ്ടുവരുമ്പോൾ തന്നെ മിനിമം ക്വാണ്ടിറ്റി 2 ആണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ അതൊക്കെ അപ്പോൾ തന്നെ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.